ടെക്സ്റ്റൈൽ ടെക്നോളജി രണ്ടാം വർഷ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സിലെ മൂന്നാമത്തെ മോഡ്യൂളിലെ പവർലൂമിലെ പവർലൂം പിക്കിങ്ങിനെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്. പവർലൂം picking. Picking is a primary motion. Objective of picking is to propel the weft carrying element, that is shuttle, through the shed in order to lay weft yarns in the fabric. വെഫ്റ്റ് നൂല് അല്ലെങ്കിൽ ഊട് നൂല് ഉൾക്കൊള്ളുന്ന ഷട്ടിലിനെ വാർപ്പ് ഷെഡിന്റെ ഇടയിലൂടെ കടത്തിവിടുന്നതിനാണ് പിക്കിംഗ് എന്ന മെക്കാനിസം ലൂമുകളിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. കോൺ പിക്ക് മെക്കാനിസം ഈസ് യൂസ്ഡ് ഇൻ എ പവർ ലൂം. യന്ത്രത്തറികളിൽ സാധാരണയായി കോൺ പിക്ക് എന്ന മെക്കാനിസമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിക്കിംഗ് മെക്കാനിസം. പിക്കിംഗ് മെക്കാനിസത്തിന്റെ ചിത്രം താഴെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പിക്കിംഗ് മോഷന് പ്രധാനമായിട്ട് ഒരു പിക്കിംഗ് ക്യാം ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ഈ നെടുകെ ഘടിപ്പിച്ചിരിക്കുന്നതാണ് പിക്കിംഗ് ഷാഫ്റ്റ്. പിക്കിംഗ് ഷാഫ്റ്റിന്റെ താഴെ പിക്കിംഗ് കോൺ ഘടിപ്പിച്ചിരിക്കുന്നു. പിക്കിംഗ് ഷാഫ്റ്റിന്റെ മുകളിലായി പിക്കിംഗ് സ്റ്റിക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. സ്റ്റിക്കിന്റെ മറുവശത്ത് പിക്കിംഗ് സ്ട്രാപ്പ്, അതായത് ഒരു ലെതറിന്റെ ബെൽറ്റ് പോലത്തെ സ്ട്രാപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു. മെയിൻ പാർട്സ് ഓഫ് എ കോൺ ഓവർ പിക്ക് മെക്കാനിസം. ഒരു കോൺ ഓവർ പിക്ക് മെക്കാനിസത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തറിയുടെ ബോട്ടം ഷാഫ്റ്റ് താഴ്ഭാഗത്തായിട്ട് കാണാം. ബോട്ടം ഷാഫ്റ്റില് ഒരു ക്യാം അല്ലെങ്കിൽ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള വൃത്താകൃതിയിലുള്ള ഒരു ഭാഗം ഘടിപ്പിച്ചിരിക്കുന്നു. പിന്നീട് നമുക്ക് കാണാം പിക്കിംഗ് ഷാഫ്റ്റ് ഈ നെടുകെ കാണുന്നത്. പിക്കിംഗ് ഷാഫ്റ്റിന്റെ താഴത്തെ ഭാഗത്ത് ഒരു പിക്കിംഗ് കോൺ ഘടിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും മുകളിലായി പിക്കിംഗ് സ്റ്റിക്ക്
ഘടിപ്പിച്ചിരിക്കുന്നു. പിക്കിംഗ് സ്റ്റിക്കിന്റെ മറുവശത്ത് പിക്കിംഗ് സ്ട്രാപ്പ്, ലെതറിന്റെ ബെൽറ്റ് പോലത്തെയുള്ള പിക്കിംഗ് സ്ട്രാപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു. പിക്കിംഗ് സ്ട്രാപ്പ് പിക്കറുമായിട്ട്, അതായത് ഒരു ഉടൻ അല്ലെങ്കിൽ മരം കൊണ്ട് നിർമ്മിച്ച പിക്കറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ബന്ധിപ്പിച്ചിട്ടുണ്ട്. പിക്കർ ഒരു പിക്കിംഗ് സ്പിൻഡിൽ എന്ന് പറയുന്ന റോഡിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പിക്കിംഗ് സ്റ്റിക്കിന് ഈ പിക്കിംഗ് റോഡിന് മുകളിൽ റോഡിന്റെ ഗൈഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാവുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. വർക്കിംഗ് ഓഫ് പിക്കിംഗ് മെക്കാനിസം. പിക്കിംഗ് മെക്കാനിസം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. A picking cam attached to the bottom shaft displaces the cone, picking cone, which is attached with the upright picking shaft. This causes rotation of the picking shaft. As a result, the picking stick, which is attached to the uppermost end of the picking shaft, swing in a horizontal plane over the loom and transmits the motion to shuttle through picking strap and the picker guided by a spindle. മുൻപ് പ്രദർശിപ്പിച്ച ചിത്രത്തിൽ കണ്ടതുപോലെയുള്ള ഒരു പിക്കിംഗ് ക്യാം തറിയുടെ ബോട്ടം ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ബോട്ടം ഷാഫ്റ്റ് തിരിയുമ്പോൾ പിക്കിംഗ് ക്യാം പിക്കിംഗ് കോണിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. പിക്കിംഗ് കോൺ പിക്കിംഗ് നെടുകെ കാണുന്ന പിക്കിംഗ് ഷാഫ്റ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിക്കിംഗ് കോണിന്റെ ഡിസ്പ്ലേസ്മെന്റ് പിക്കിംഗ് ഷാഫ്റ്റിനെ തിരിക്കുന്നു. അതുകൊണ്ട് പിക്കിംഗ് ഷാഫ്റ്റിന്റെ മുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന പിക്കിംഗ് സ്റ്റിക്ക് തറിയുടെ മുകളിൽ സ്വിംഗ് ചെയ്യുന്നു. പിക്കിംഗ് സ്റ്റിക്കിന്റെ ഈ സ്വിംഗിംഗ് മോഷൻ ഷട്ടിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇതിനായി പിക്കിംഗ് സ്ട്രാപ്പും ഒരു സ്പിൻഡിലിൽ ഗൈഡ് ചെയ്തിട്ടുള്ള പിക്കറും ഉപയോഗിക്കുന്നു. അണ്ടർപിക്ക് മെക്കാനിസം. അണ്ടർപിക്ക് മെക്കാനിസത്തിന്റെ യന്ത്രത്തറയിലെ ചിത്രമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കാണുന്ന പോലെ ഇതിന് ഒരു പിക്കിംഗ് സ്റ്റിക്ക് നെടുകയുണ്ട്. ലെഗ് സ്ട്രാപ്പ് അല്ലെങ്കിൽ പിക്കിംഗ് സ്ട്രാപ്പ് എന്ന് പറഞ്ഞ ഭാഗം കാണിച്ചിരിക്കുന്നത്. പിക്കർ പിക്കിംഗ് സ്റ്റിക്കിന്റെ മുകളിലായി ഘടിപ്പിച്ചിരിക്കുന്നു. പിക്കർ ഒരു സ്പിൻഡിലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതിന് സൗകര്യം ചെയ്തിരിക്കുന്നു.
Main parts of underpick mechanism. Underpick മെക്കാനിസത്തിന്റെ പ്രധാന ഭാഗങ്ങൾ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ബോട്ടം ഷാഫ്റ്റ്, തറയുടെ ബോട്ടം ഷാഫ്റ്റ്, അതിൽ ഒരു ക്യാം ഘടിപ്പിച്ചിരിക്കുന്നു. ക്യാമിനോട് ചേർന്ന് ഒരു കോൺ പിക്കിംഗ് സൈഡ് ഷാഫ്റ്റിൽ ഒരു ഭാഗത്തായി ഘടിപ്പിച്ചിട്ടുണ്ട്. പിക്കിംഗ് സൈഡ് ഷാഫ്റ്റിന്റെ മുകളിലോട്ട് വളഞ്ഞ ഭാഗത്തിന്റെ അറ്റത്തായി പിക്കിംഗ് സ്ട്രാപ്പ്, ഒരു ലെതറിന്റെ ബെൽറ്റ് പോലെയുള്ള ഒരു സ്ട്രാപ്പ് ലൂപ്പ് ചെയ്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. സ്ട്രാപ്പിന്റെ എതിർഭാഗത്തായിട്ട് പിക്കിംഗ് സ്റ്റിക്ക് നമുക്ക് കാണാവുന്നതാണ്. പിക്കിംഗ് സ്റ്റിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ പറ്റുന്ന രീതിയിൽ താഴെ ഘടിപ്പിച്ചിട്ടുണ്ട്. പിക്കിംഗ് സ്റ്റിക്കിന്റെ മുകളിലത്തെ അറ്റത്തായി പിക്കറും പിക്കറിനെ ഗൈഡ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പിൻഡിലും ഘടിപ്പിച്ചിട്ടുണ്ട്. വർക്കിംഗ് ഓഫ് അണ്ടർപിക്കിംഗ് മെക്കാനിസം. അണ്ടർപിക്കിംഗ് മെക്കാനിസത്തിന്റെ പ്രവർത്തനം താഴെ വിവരിക്കുന്നു. A picking cam attached to the bottom shaft displaces the cone, turning the picking shaft side shaft located horizontally. The other end of the picking shaft is connected with the upright picking stick through the picking strap or leg strap. This causes picking stick to move in vertical plane and transmits the motion to the shuttle by the picker attached to the upper end of it. The picker slides over its spindle. മുൻപേ കാണിച്ച ചിത്രത്തിൽ കണ്ടതുപോലെയുള്ള ഒരു പിക്കിംഗ് ക്യാം ബോട്ടം ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പിക്കിംഗ് ക്യാം സൈഡ് ഷാഫ്റ്റിന്റെ ഒരു ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന കോണിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇതുമൂലം പിക്കിംഗ് ഷാഫ്റ്റ് ഹൊറിസോണ്ടലായിട്ട് തിരിയുന്നു. പിക്കിംഗ് ഷാഫ്റ്റിന്റെ മറ്റേ അറ്റം നെടുകെ ഘടിപ്പിച്ചിരിക്കുന്ന പിക്കിംഗ് സ്റ്റിക്കുമായി ഒരു സ്ട്രാപ്പ് അല്ലെങ്കിൽ ഒരു ബെൽറ്റിന്റെ ലൂപ്പ് വെച്ച് ബന്ധിച്ചിരിക്കുന്നു. ഈ സ്ട്രാപ്പിനെ ലെഗ് സ്ട്രാപ്പ് എന്നും പറയുന്നു. ഇങ്ങനെ വരുമ്പോൾ പിക്കിംഗ് സ്റ്റിക്കിനെ ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ മോഷൻ കിട്ടുന്നു. പിക്കിംഗ് സ്റ്റിക്കിന്റെ മുകളിലത്തെ അറ്റത്ത്
പിക്കർ സ്ലൈഡ് ചെയ്യാനായി ഒരു സ്പിൻഡിലും ഘടിപ്പിച്ചിട്ടുണ്ട്. പിക്കിംഗ് സ്റ്റിക്കിന്റെ ഹൊറിസോണ്ടൽ മോഷൻ പിക്കറിലൂടെ ഷട്ടിലിൽ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഷട്ടിലിനെ തറയുടെ ഒരു ഭാഗത്തു നിന്ന് മറുഭാഗത്തേക്ക് അടിച്ച് തെറിപ്പിക്കുന്നു. ഷട്ടിൽ ചെക്കിംഗ് എന്ന മെക്കാനിസം എന്താണെന്ന് നോക്കാം. The objective of shuttle checking is to retard the shuttle, nullifying its kinetic energy to zero. ഷട്ടിൽ ചെക്കിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ തറയുടെ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തെറിപ്പിച്ചു വിടുന്ന ഷട്ടിലിന്റെ കൈനറ്റിക് എനർജിയെ സീറോ ആക്കുന്നതിനാണ് ഷട്ടിൽ ചെക്കിംഗ് ഉപയോഗിക്കുന്നത്. ഷട്ടിൽ ചെക്കിംഗ് മെക്കാനിസത്തിന്റെ ചിത്രം ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഷട്ടിലിന്റെ മുൻഭാഗം സ്പ്രിംഗ് ലോഡഡ് ആയ ഈ തകിടിൽ വന്ന് ഇടിക്കുമ്പോൾ ഷട്ടിലിന്റെ കൈനറ്റിക് എനർജി അബ്സോർബ് ചെയ്യപ്പെടുന്നു. വർക്കിംഗ് ഓഫ് ഷട്ടിൽ ചെക്കിങ്ങിന്റെ പ്രവർത്തനം. The incoming shuttle gets rubbed on the spring-loaded swell and thereby the frictional force slows down the shuttle speed. ഷട്ടിലിന്റെ ഉപരിതലവും ഷട്ടിൽ ചെക്കിംഗ് മെക്കാനിസത്തിലെ സ്വെൽ എന്ന സ്പ്രിംഗ് ലോഡഡ് ഭാഗത്തിന്റെ ഉപരിതലവും തമ്മിൽ ഉരസി അവയിലുണ്ടാകുന്ന ഘർഷണം ഷട്ടിലിന്റെ വേഗതയെ ഗണ്യമായി കുറയ്ക്കുന്നു. The shuttle is finally stopped as it collides with the picker, which is cushioned by a suitable buffer system. അവസാനമായി പിക്കറുമായി കൂട്ടിയിടിക്കുമ്പോൾ ഷട്ടിൽ പൂർണ്ണമായും നിൽക്കുന്നു. പിക്കറിന് പുറകിലായി ഒരു കുഷനിംഗ് സംവിധാനവും കൊടുത്തിട്ടുണ്ട്.